ടുഡേ മലപ്പുറത്തിലേക്ക് സ്വാഗതം. വെട്ടം പഞ്ചായത്തിലെ പറവണ്ണ തെക്കേപ്പള്ളി പരിസരത്ത് പുലി ഇറങ്ങിയതായി അഭ്യൂഹം. വെള്ളിയാഴ്ച രാത്രി 9-ന് പുലിയെപ്പോലുള്ള ഒരു ജീവിയെ പരിസരവാസിയായ ആബിദ് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. തിരൂർ പോലീസ് കൺട്രോൾ റൂമിൽ നിന്നുള്ള ടീം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിരൂർ മേൽമുറി MMET സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ. വ്യാഴാഴ്ച സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച 9 കുട്ടികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ വളാഞ്ചേരി ടൗണിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ അപകടക്കിണിയാവുന്നു. സംസ്ഥാന പാതകളായ പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡുകളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് ഡിവൈഡറുകളാണ് അപകട സാധ്യത ഉണ്ടാക്കുന്നത്. വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തിയ 5.9 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. തിരൂർ ആർദ്ദശ്ശേരി സ്വദേശി ജാഫർ അലിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വനം വകുപ്പിന്റെ നിലമ്പൂർ, അരുവാക്കോട്, നെടുങ്കയം തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ മരവ്യാപാരികൾ നൽകിയ പരാതിയിൽ വനം വിജിലൻസ് അന്വേഷണം തുടങ്ങി. വനവകുപ്പ് മന്ത്രിക്കും വനം വിജിലൻസിനുമാണ് അംഗീകൃത തടി വ്യാപാരികൾ പരാതി നൽകിയത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഏറെ ആശ്വാസമാകുന്ന പൂപ്പലം വലമ്പൂർ റെയിൽവേ മിനി മേൽപ്പാലത്തിന് ദക്ഷിണ റെയിൽവേയുടെ അനുമതി. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ അങ്ങാടിപ്പുറം പട്ടിക്കാട് സ്റ്റേഷനുകൾക്കിടയിൽ താഴെ പൂപ്പലം ഭാഗത്താണ് മേൽപ്പാലത്തിന് റെയിൽവേ പച്ചക്കൊടി കാട്ടിയത്. നീണ്ട കാത്തിരിപ്പിന് ശേഷം IP വിഭാഗം പുനരാരംഭിച്ച കുറ്റിപ്പുറം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഉടൻ ഫിസിയോതെറാപ്പി വിഭാഗം പ്രവർത്തനം ആരംഭിക്കും. ആശുപത്രി കെട്ടിടത്തോട് ചേർന്ന് 60 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ ഫിസിയോതെറാപ്പി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരിയിൽ നടക്കും. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ പ്രതിയായ അർജുൻ സ്വർണം കടത്തിയ കാർ ഇന്നലെ പീച്ചിയിൽ നിന്ന് കണ്ടെത്തി. CI സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കണ്ടെടുത്തത്. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.